നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ്: ലെൻസുകൾ. നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളിലും ലെൻസുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഉദാഹരണത്തിന്, നമ്മൾ കാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന കണ്ണടകളിൽ, ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ സഹായിക്കുന്ന ടെലിസ്കോപ്പിൽ, ഫോട്ടോ എടുക്കുന്ന ക്യാമറകളിൽ, കൂടാതെ പുസ്തകങ്ങളിലെ ചെറിയ അക്ഷരങ്ങൾ വലുതാക്കി വായിക്കാൻ ഉപയോഗിക്കുന്ന റീഡിംഗ് ലെൻസുകളിലും ലെൻസുകളുണ്ട്. എന്താണ് ഈ ലെൻസുകളുടെ പ്രത്യേകത? ലെൻസുകൾക്ക് പ്രകാശരശ്മികളെ വളയ്ക്കാൻ കഴിയും. ഇത് രണ്ട് തരത്തിലുണ്ട്: കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. ഇനി നമുക്ക് ഓരോ ലെൻസിനെയും വിശദമായി പഠിക്കാം. ഒന്ന്, കോൺവെക്സ് ലെൻസ്. ഇതിന്റെ മധ്യഭാഗം കനം കൂടിയതും വശങ്ങൾ കനം കുറഞ്ഞതുമാണ്. ഈ ലെൻസ് പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിലേക്ക് സംരചിപ്പിക്കാൻ, അതായത് കൺവേർജ് ചെയ്യാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു റീഡിംഗ് ലെൻസ് ഉപയോഗിച്ച് സൂര്യപ്രകാശം കടലാസിൽ പതിപ്പിച്ചാൽ ഒരു പ്രത്യേക അകലത്തിൽ പ്രകാശത്തിന്റെ വലിപ്പം വളരെ കുറയുകയും ആ ഭാഗത്ത് തീവ്രത കൂടുകയും ചെയ്യും. ലെൻസ് അതേ സ്ഥാനത്ത് വെച്ചാൽ കടലാസ് പുകയുകയോ തീപിടിക്കുകയോ ചെയ്യാം. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് വസ്തുക്കളെ വലുതാക്കി കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥ പ്രതിബിംബങ്ങൾ, അതായത് റിയൽ ഇമേജസ്, രൂപീകരിക്കുന്നു. യഥാർത്ഥ പ്രതിബിംബങ്ങൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നവയാണ്. കോൺകേവ് ലെൻസ്. ഇതിന്റെ മധ്യഭാഗം കനം കുറഞ്ഞതും വശങ്ങൾ കനം കൂടിയതുമാണ്. ഈ ലെൻസ് പ്രകാശരശ്മികളെ വിവ്രജിപ്പിക്കുന്നു, അതായത് അകലേക്ക് ചിതറിക്കുന്നു. ഈ ലെൻസ് ഉപയോഗിച്ച് സാധാരണയായി കടലാസ് കത്തിക്കാൻ കഴിയില്ല. കോൺകേവ് ലെൻസ് എല്ലായ്പ്പോഴും മിഥ്യാപ്രതിബിംബങ്ങളാണ് രൂപീകരിക്കുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും കാണാൻ മാത്രം സാധിക്കുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാപ്രതിബിംബങ്ങൾ. പ്രധാനപ്പെട്ട ചില പദങ്ങൾ: പ്രകാശിക കേന്ദ്രം, അതായത് ഒപ്റ്റിക് സെന്റർ, ഒ. ലെൻസിന്റെ മധ്യബിന്ദുവാണിത്. വക്രതാകേന്ദ്രങ്ങൾ, സെന്റേഴ്സ് ഓഫ് കർവേച്ചർ. ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലവും ഒരു ഗോളത്തിന്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാകേന്ദ്രങ്ങൾ. പ്രകാശിക അക്ഷം, അതായത് ഒപ്റ്റിക് ആക്സിസ്. വക്രതാകേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നുപോകുന്ന ഒരു സാങ്കൽപ്പിക രേഖയാണ് ഇത്. മുഖ്യ ഫോക്കസ്, അതായത് പ്രിൻസിപ്പൽ ഫോക്കസ്, എഫ്. ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം സംരചിക്കുന്ന, അതായത് കൂടിച്ചേരുന്നതോ വിവ്രജിക്കുന്ന, അതായത് അകന്നു പോകുന്നതോ ആയി തോന്നുന്ന ബിന്ദുവാണ് മുഖ്യ ഫോക്കസ്. ഫോക്കസ് ദൂരം, അതായത് ഫോക്കൽ ലെങ്ത്, എഫ്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. ഇവയാണ് ലെൻസുകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.